ഞങ്ങളെ കഷ്ടപ്പാട് വിടാതെ പിന്തുടരുകയാണല്ലോടി. ഒരു തെറ്റും ചെയ്യാതെ നിന്റെ അച്ഛന് പോലീസ് സ്റ്റേഷനിൽ നിൽക്കേണ്ടി വന്നല്ലോ. അമ്പിളിയാണല്ലോ. അമ്പിളി, എന്താ മോളെ? അച്ഛ രഘുവേട്ടൻ. എന്താ എന്താ കാര്യം? രഘുവിന് എന്ത് പറ്റി? നീ കരയാതെ കാര്യം പറ. രഘുവിന് എന്താ? രഘുവേട്ടൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അച്ഛ. രഘുവേട്ടന്റെ വണ്ടിയിൽ ഒരാൾ സ്വർണം കടത്താൻ ശ്രമിച്ചതിന് രഘുവേട്ടനെ അവര് പിടിച്ചു വെച്ചിരിക്കുക. ഇതിനാണോ നീ ഇങ്ങനെ കരയുന്നേ? എന്റെ പാതി ജീവൻ പോയി. രഘു അല്ലല്ലോ സ്വർണം കടത്തിയത്. രഘുവേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല അച്ഛ. പക്ഷെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പോലീസ് പ്രതിയാക്കും. ആരുടെയും സഹായം പറ്റാതെ ജീവിക്കാന്ന് വിചാരിച്ച അതിനും ദൈവം സമ്മതിക്കില്ല. പക്ഷെ അച്ഛൻ ഇക്കാര്യത്തിൽ ഞങ്ങൾ സഹായിക്കണം. സ്റ്റേഷനിൽ പോയി രഘുവേട്ടനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കണം. അതെന്റെ കടമ അമ്പിളി, സഹായമല്ല. നീ സമാധാനമായിട്ടിരിക്കെ, ഞാനിവിടെ ഉണ്ടല്ലോ. രഘുവിന് ഒരു കുഴപ്പം വരാതെ അച്ഛൻ നോക്കിക്കൊള്ളാം. ശരി അച്ഛ. സരോജനേണ്ടി വന്നാ ഞാൻ അങ്ങോട്ട് വരും. എനിക്ക് രഘുവേട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല അച്ഛ. എന്തിനാ അമ്പിളി നീ അത്ര ദൂരത്ത് ഓടി വരുന്നത്? ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? അച്ഛൻ അവിടെ ഉണ്ടെന്നുള്ളൊരു ആശ്വാസം. ബാക്കി ആരും എനിക്ക് വിശ്വാസമില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം കഴിഞ്ഞേ ഉള്ളൂ എല്ലാം. അച്ഛൻ ഇപ്പൊ തന്നെ രഘുവേട്ടന് വേണ്ടി എന്തെങ്കിലും ചെയ്. ഞാൻ ഫോൺ വെക്കുക. മോൾ ഇവിടുന്ന് കളിക്കേ. സരോജിനേണ്ടി വരുമ്പോഴേക്കും അമ്മ പോകാൻ റെഡി ആയിട്ട് വരട്ടെ.